അപ്പം ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം അരിയൊക്കെ ഒന്ന് അരച്ച് വെച്ചിരുന്നു കേട്ടോ. പാലപ്പത്തിനുള്ള ബാറ്ററാണ് സെറ്റാക്കി വെച്ചത്. പിന്നെ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ചതാണ് കേട്ടോ. ഞാനൊരു പാത്രത്തിൽ ഇറക്കിയിട്ടാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ആ പാത്രത്തിൽ കണ്ടോ ഒഴുകി നിറഞ്ഞ് സെറ്റായിക്കണത്. പിന്നെ ഇതാക്കണേ എനിക്ക് പാലപ്പത്തിന് പ്രത്യേകിച്ച് ചട്ടികളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു ചട്ടിയിൽ എടുത്തിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യാറുള്ളത്. എന്നാൽ തന്നെ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ അപ്പം അടിയിലൊന്നും പിടിക്കാതെ തന്നെ പാലപ്പം കിട്ടും. അപ്പോൾ പാലപ്പത്തിൻ്റെ ബാറ്ററൊക്കെ നല്ല സോഫ്റ്റായി. അപ്പോൾ ദാ നല്ല റെഡിയായി കിട്ടിയിരിക്കുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ മാവ് നിറഞ്ഞ് സെറ്റായി വന്നതുകൊണ്ട് നല്ല അപ്പം തന്നെ ഇത് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതൊക്കെ ചിക്കൻ മുളകിട്ടതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് അടുക്കളയിൽ മറ്റു പണികൾക്കൊന്നും ഞാൻ നിന്നിട്ടില്ല. കാരണം ഇന്ന് കുറച്ച് വെയിലും കാര്യങ്ങളും കണ്ടിട്ടോ. നിങ്ങളവിടെയൊക്കെ ഉണ്ടോ മഴ? ഒന്ന് സമാധാനം ഉണ്ടോ? ഇവിടെയൊക്കെ കുറച്ച് മഴ ഒന്ന് കുറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ വേഗം മഴ കാരണം മുറ്റത്തൊക്കെ കുറേ ദിവസമായി കേട്ടോ ചൂലിട്ടിട്ട് അടിച്ചു വാരിയിട്ട്. അപ്പോൾ ഇന്ന് വെയിലൊക്കെ കണ്ടപ്പോൾ അകത്തില്ല പണികളൊക്കെ അവിടെ ഇട്ടുകാണ് വേഗം മുറ്റത്തൊക്കെ ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഇതിലേക്ക് ഒന്ന് ക്ലീനാക്കി എടുത്തിരുന്നു കേട്ടോ. മുൻവശമൊക്കെ ഒന്ന് ക്ലീനാക്കിയിരുന്നു. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അധികം മഴ കൊണ്ട് കഴിഞ്ഞാൽ ചീഞ്ഞ് ഇല്ലാതായി പോണ ചെടികളാണ് കേട്ടോ. പിന്നെ അതാ എൻ്റെ റോസൊക്കെ ഒന്ന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായിരിക്കണം കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ അടുക്കള വേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അതായത് മുട്ടത്തൊണ്ടും ഉള്ളിത്തോലി അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉണ്ട് ഞാൻ ചെടിയൊക്കെ ഇട്ട് കൊടുക്കല്. പിന്നെ എൻ്റെ പരിസരം മൊത്തത്തിലൊന്ന് ഞാനൊന്ന് അടിച്ച് വാരിയിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി ചെറുതായിട്ട് നായ്ക്കളൊന്ന് സിറ്റ് ഔട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ക്ലീനാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നല്ല മരങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ മരത്തമ്മ ഇതൊരു ബട്ടറിൻ്റെ മരമാണ് കേട്ടോ. അതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ മരത്തമ്മ ഒരു അതിഥികളുണ്ട്, തേനീച്ച കൂട്ടുകൂട്ടിയുണ്ടോ. പിന്നെ ഈ പരിസരമൊക്കെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കി എടുത്തിക്കണ്. പിന്നെ അതാക്കണേ ഞാൻ വേസ്റ്റ് വാരി എടുക്കണത് ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിക്ക് വാരിയിട്ട് ആ മരത്തിൻ്റെ ചോട്ടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ബട്ടർ മരം അതുപോലെ പേരക്കമരമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇലകൾ നല്ലോണം ഉണ്ടാവും കേട്ടോ. പിന്നെ അതാക്കണേ ഞാൻ ഈ സൈഡിൽ ഈ മൂലയിൽ ഞാൻ കുറച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നുട്ടോ. അതായത് നമ്മുടെ തേങ്ങയൊക്കെ പൊളിച്ചിട്ട് ചകിരി, പിന്നെ അതുപോലെ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിരുന്നു. അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പെരൻ്റെ മൂലയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ആദ്യം അങ്ങനെ പാമ്പുക്കളോ എന്തെങ്കിലുമൊക്കെ വരുമോയെന്നുള്ള പേടിയിൽ ഞാൻ ആ മൂലയൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ് അവിടെ ഫ്രീ ആക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതാക്കണ് വീടിൻ്റെ ചുറ്റും നല്ല രീതിയിൽ മാറാലുണ്ട് കേട്ടോ. ഇപ്പം മഴ കാരണം കുറേ ദിവസമായിക്കണ് വീടിൻ്റെ ഉൾഭാഗം ശരിയാക്കുന്നല്ല, പുറത്തേക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായിക്കണം കേട്ടോ. അപ്പോൾ വീടിൻ്റെ സൈഡിലുള്ള മാറാലകളൊക്കെ ഒന്ന് തട്ടി ക്ലീനാക്കി എടുക്കണം. ഫുള്ള് പരിസരത്ത് കൂടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഉള്ളിൽ കയറാമെന്ന് കരുതിട്ടോ. അപ്പോൾ അതാക്കണേ എല്ലാ മാറാലകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ തട്ടി വീടിൻ്റെ സൈഡൊക്കെ 4 ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ എത്ര തട്ടി വൃത്തിയാക്കിയാലും വന്ന് കൂടും ചെയ്യും കേട്ടോ മാറാല. അപ്പോൾ പിന്നെ ഇതാക്കണേ ഇടയ്ക്ക് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ ഇത് നമ്മളെ കിളികളാണ് കേട്ടോ. ഇവർക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു കളിയാണ് കേട്ടോ. ഇന്നെ കാണുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഓടലും കാര്യങ്ങളും അങ്ങനെ ഒരു കുസൃതിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞാണെങ്കിൽ കിച്ചണിൽ കയറിയിരിക്കണേ. പിന്നെ ഉച്ചക്ക് ഇതാക്കണേ കുക്കറൊക്കെ ഒന്ന് കറക്കി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. കാരണം ചോറിനുള്ള സമയമായി തുടങ്ങിയിരിക്കണേ. അപ്പോൾ ചിക്കൻ കറി രാവിലെ തന്നെ വെച്ചതുകൊണ്ട് പിന്നെ അപ്പം ഞാൻ തുള്ളി നെയ്ച്ചോറും കൂടെയാണ് വെക്കണത് കേട്ടോ. വേഗം തുള്ളി നെയ്ച്ചോറ് വെക്കാൻ എഴുതിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിയും കൂടെ അരിഞ്ഞിക്കണ്. അപ്പോൾ ഇതാക്കണ കുക്കറൊക്കെ ചൂടായി. ഉള്ളിയും അതുപോലെ ഒരു ക്യാരറ്റും കൂടെ ഞാൻ അതിക്ക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇല പട്ടം പൂവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാക്കണ അരിക്കനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒന്നോട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേഗം ഞാൻ പിന്നെ ഗ്യാസുമൊക്കെ മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയപ്പോൾ പിന്നെ ഇസി കുക്കുമ്പോൾ വെക്കാൻ പറ്റില്ല. അപ്പം ഗ്യാസുമൊക്കെ മാറ്റി നെയ്ച്ചോറോടെ സെറ്റാക്കി. പിന്നെ അതാക്കണ തിരുമ്പാല്ലത് വേഗം മിഷീലും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അകം നുനുവിനോട് പറഞ്ഞിരുന്നു, ഉമ്മച്ചി മുറ്റടിച്ചേരി വരുമ്പോഴേക്കിന് അകം ഒന്ന് അടിച്ചേരി ക്ലീനാക്കി വെക്കിട്ടോ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വേഗം അകം കാര്യങ്ങളൊക്കെ അടിച്ചേരി ക്ലീനാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കൊന്ന് വന്ന് കാണാൻ വേഗം ഒന്നൊന്ന് തുടച്ചെടുക്കാനുള്ളൂ. എല്ലാ ദിവസവും ഞാനൊന്ന് തുടച്ചെടുക്കും കേട്ടോ. കാരണം ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിക്ക് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ വൃത്തിയാക്കി ഇടുമ്പോൾ നല്ലൊരു ചവിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ഒരു സുഖമാണ് കേട്ടോ. എന്നും ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ തുടക്കലൊക്കെ വേഗം തന്നെയാണ് കഴിച്ചിക്കണം കേട്ടോ. പിന്നെ അതങ്ങനെ സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങൾ തുടക്കൽ കഴിഞ്ഞിട്ടാണ് മോറാൻ നിന്നിക്കണത്. അപ്പോൾ വേഗം പാത്രം കൂടെ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചാൽ പിന്നെ ചെറിയൊരു പണി ഒന്നും കൂടെ പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങൾ ഞാൻ എടുത്ത് വെച്ചില്ല, കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കി വെക്കാമെന്ന് കരുതിട്ടോ. പിന്നെ ഇതാക്കണ അടുക്കളയും കൂടെ തുടക്കൽ കഴിഞ്ഞിന്. പിന്നെ ഞാൻ ചെറിയൊരു പണിയുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ കേട്ടോ. കാരണം കിളികളുടെ കൂട് മേലെ ആക്കി കൊളത്തിയിട്ട് സെറ്റാക്കി വെച്ചേക്കണം. അപ്പോൾ അത് കാരണം അവിടെ തന്നെ തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കോഴിക്കൾ ഇതിൽ വരലുണ്ട് കേട്ടോ. അപ്പോൾ ആ കോഴിക്കൾ ഓല കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഇവിടെ കാഷ്ടിച്ച് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് അടിച്ചേരി കഴുകിക്കാണ് പിന്നെ വൈപ്പറേറ്റ് വലിച്ച് വെള്ളമൊക്കെ ഒന്നുകൊണ്ട് നീക്കി കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ അതാക്കണം എവിടെയൊക്കെ ഒന്ന് അടുക്കള ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ബാക്കി അവൾ നീശും കൂടെ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സമയം 2 മണിയായി. പിന്നെ ഞാൻ കുളിക്കാൻ കയറട്ടെ. കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. പിന്നെ ഞാൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഫുഡും കൂടെ കഴിക്കാമെന്ന് കരുതിയിട്ടോ. പോക്കിന് തന്നെ സമയം ഏകദേശം 2:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്ന് ചോറൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ മക്കൾക്കും കൂടെ ചോറ് അവിടെ സെറ്റാക്കി കൊടുത്തിക്കണം കേട്ടോ, വിളമ്പി കൊടുത്തിക്കണേ. അപ്പോൾ ഞാനും കുറച്ച് ചോറും കറികളൊക്കെ എടുത്തിട്ട് വേഗം തന്നെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണം.